ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് വൈകുന്നേരം ചായക്കൊപ്പം ഒരു പഴംപൊരി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, പ്രത്യേകിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പഴംപൊരി. അപ്പോൾ എല്ലാവരും പഴംപൊരി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ അവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നേരിയ ചുടുവെള്ളമാണ്, നല്ല ചൂടോടുകൂടൊന്നും വെള്ളം ഒഴിക്കരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്ത് വേണം ഇത് കലക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ വെള്ളം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. ഏകദേശം 1/2 കപ്പ് വെള്ളമൊക്കെ മതിയായിരിക്കും. 1 കപ്പ്. ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇവിടെ നിന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ട് 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം സാധാരണ ഞാൻ വലുതാക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല. നീളത്തിൽ പഴം കട്ട് ചെയ്തതിന് ശേഷം 2 കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളതായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേപോലെ ഒരു പഴം എടുത്തിട്ട് പകുതിയാക്കിയിട്ട് നമുക്കങ്ങനെ കഷ്ണാക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇനി മാവിൽ മുക്കിയിട്ട് ഓരോ കഷ്ണവും മാവിൽ മുക്കിയിട്ട് നമ്മൾ ചൂടായ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരി ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും ബാക്കിയുള്ളതും അതുപോലെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പഴംപൊരി നമ്മൾ പൊരിക്കുന്ന സമയത്ത് എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പൊന്തി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നേരിട്ട് കാണുമ്പോൾ നല്ല മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാം. ഈ മഴക്കാലത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനൊരു ചായക്കടി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.